നമസ്കാരം. ഈ സുഗാന്ത് സുരേഷിന്റെ ചിത്രം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം പലരും ചോദിച്ചിരുന്നു. കൃത്യമായി ഇപ്പോഴിതാ സുഗാന്ത് സുരേഷിന്റെ മേഘയുടെ സുഹൃത്തിന്റെ ചിത്രം പുറത്തുവിടുകയാണ്. ഇതാണ് സുഗാന്ത് സുരേഷ്. ഈ നെടുമ്പാശ്ശേരിയിലെ IB ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹമാണ് മേഘയെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്തത് എന്നാണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചിത്രം അടക്കമുള്ളവ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ സുഗാന്ത് സുരേഷിന്റെ ചിത്രം മാത്രമല്ല, സുഗാന്ത് സുരേഷിന്റെ വീടിന്റെ ചിത്രവും അടക്കവും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനമായി സുഗാന്ത് സുരേഷിന്റെ വീടിന് പരിസരത്തുള്ള അയൽവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സാമ്പത്തികപരമായി വളരെ ഉന്നതി നിൽക്കുന്ന, സമൂഹത്തിൽ വളരെ ഉന്നതി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അച്ഛനും അമ്മയും, അതായത് അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മകനാണ് സുഗാന്ത്. ഇവർ 3 പേരും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവർക്ക് സാമ്പത്തികപരമായി തന്നെ മുന്നിലുള്ളതിനാൽ തന്നെ സുഗാന്ത് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ സാമ്പത്തികത്തിൽ ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഞെട്ടലോട് കൂടിയല്ലാതെ കേൾക്കാൻ സാധിക്കുകയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാലും നിലവിൽ ഏറ്റവും ഒടുവിൽ സുഗാന്തിന്റെ ചിത്രവും പുറത്തു വരികയാണ്. ഈ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഉത്തരവാദി എന്ന ആരോപണം ഉയർന്ന IB ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. ഈ സുഗാന്തും സുഗാന്തിന്റെ കുടുംബവും കഴിഞ്ഞ 3 ദിവസമായി ഇവിടങ്ങളിൽ ഇല്ല എന്നാണ് കുടുംബം, ബന്ധുക്കളടക്കമുള്ളവർ, ഈ അയൽവാസികളടക്കമുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ആരെയും ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. വീടും പൂർണ്ണമായി പൂട്ടിയ നിലയിലും ഗേറ്റും പൂർണ്ണമായി പൂട്ടിയ നിലയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഈ മരണം സംഭവിച്ച് പിറ്റേ ദിവസം തന്നെ IB സുഗാന്തിനെ ചോദ്യം ചെയ്തു എന്നുള്ള അടക്കമുള്ള വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴൊന്നും തന്നെ സുഗാന്തുമായി സംസാരിക്കാനോ ഒന്നിനോ കഴിഞ്ഞിരുന്നില്ല. എന്നാലും ഈ പരിസരവാസികളൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ്. 2 പേരും, സുഗാന്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ അധ്യാപകരായിരുന്നു. ഈ 2 അധ്യാപകന്മാരും ഇപ്പോൾ റിട്ടയർഡ് ചെയ്തവരാണ്. അധികം ആരും തന്നെ ഈ അയൽവാക്കുകാരുമായി അധികം സംസാരിക്കാറില്ല. അവരവരുടെ ജോലി നോക്കി പോകുന്ന ഒരാളാണ്. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയായി ഈ സുഗാന്ത് ജോലിക്ക് പോയിരുന്നു എന്നാണ് അയൽവക്കക്കാർക്ക് അറിയാവുന്നത്. കൊച്ചിലെ മുതലേ നന്നായി പഠിക്കുന്ന, സാമ്പത്തികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന അധ്യാപക കുടുംബമായിരുന്നു ഈ സുഗാന്തിന്റേത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വരുമ്പോൾ നാട്ടുകാർക്ക് ഒന്നടങ്കം ഞെട്ടലോട് കൂടി അല്ലാതെ ഈ വാർത്ത കേൾക്കാൻ കഴിയാതെ വരുന്നത്. ഈ മലപ്പുറത്ത് എടപ്പാളത്ത് സ്വദേശിയായ സുഗാന്ത് സുരേഷിനെതിരെ മരണത്തിന് പിന്നാലെ ആരോപണം ഉയർന്നിരുന്നു. അന്വേഷണ വിധേയമായി അന്ന് IB തന്നെ സുഗാന്തിനെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വിട്ടയച്ചുവെന്നാണ് സൂചന. ഇതിനുശേഷം ഇയാൾ അപ്രത്യക്ഷനായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോപണം ഉയർന്നിട്ടും സുഗാന്തിനെ അവധി അപേക്ഷയിൽ വിട്ടയച്ചത് വലിയ വിവാദമായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷനിലാണ് സുഗാന്ത് ജോലി ചെയ്യുന്നത്. സുഗാന്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകൾ ഓഫാണ് എന്നും അവരെപ്പറ്റി വിവരങ്ങൾ ലഭ്യമല്ല എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ അയൽവക്കക്കാരൊക്കെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ തന്നെ ഇവിടെ ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. സുഗാന്ത് വല്ലപ്പോഴും അന്ന് മാത്രമേ പോകാറുള്ളൂ. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയായി ജോലിയുടെ ആവശ്യത്തിന് വല്ലപ്പോഴും മാത്രമേ വന്ന് പോകാറുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വീട്ടിൽ അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ ആരെയും തന്നെ കഴിഞ്ഞ 3 ദിവസമായി കാണാനില്ല എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. മേഘയുടെ ജീവനെടുക്കലിന് കാരണമായ സുഗാന്ത് മലപ്പുറത്തെ വീട്ടിൽ ഇല്ലെന്നും അവിടെ അടച്ചിട്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒരാഴ്ചയായി അയാൾ ലീവിലാണ്. മേഘ ആത്മഹത്യ ചെയ്തപ്പോൾ സുഗാന്തുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. 8 സെക്കൻഡ് ദൈർഘ്യമുള്ള കോളായിരുന്നു ഇത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് സംവിധാനം വഴി മാത്രമേ ഈ വിവരങ്ങൾ പരിശോധിക്കാനായി സാധിക്കുകയുള്ളൂ. മേഘയുടെ ഫോൺ ട്രെയിൻ കയറി പൂർണ്ണമായി നശിച്ചിരുന്നു. ഫോൺ സൈബർ പോലീസിനെ ഏൽപ്പിച്ചുവെങ്കിലും അത് പൂർണ്ണമായി വളഞ്ഞൊടിഞ്ഞത് കാരണം തന്നെ അതിലെ വിവരം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലഭിച്ച ഫോൺ ഫോറൻസിക് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഗാന്തിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. മേഘയുടെ ശമ്പളം അടക്കം ഇയാൾ കൊണ്ടുപോയി എന്ന വെളിപ്പെടുത്തലും പുറത്ത് വന്നിരുന്നു. ഏകദേശം 3.5 ലക്ഷം രൂപയാണ് മേഘയുടെ അക്കൗണ്ടിൽ നിന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് പോയത് എന്നാണ് മനസ്സിലാകുന്നത്. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാജസ്ഥാനിലെ ജോഗ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് ഈ മലപ്പുറം സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷുമായി മേഘ പരിചയത്തിലാകുന്നത്. ട്രെയിനിങ്ങിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ മേഘയ്ക്ക് പിതാവ് കാർ സമ്മാനമായി നൽകിയിരുന്നു. തൊട്ടടുത്ത ദിവസം ഈ വാഹനം എറണാകുളത്തെ ടോൾ പ്ലാസ കടന്നതായി പിതാവ് മധുസൂദനന് ഫോണിൽ മെസ്സേജ് ലഭിച്ചിരുന്നു. ഇതേക്കുറിച്ച് മകളോട് തിരക്കിയപ്പോഴാണ് സുഗാന്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഇരുവരും ഒരുമിച്ചാണ് പോയതെന്നും അവർ ഇഷ്ടത്തിലായിരുന്നുവെന്നും മധുസൂദനൻ ഓഫ്
ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരഞ്ഞിട്ടും കണ്ടിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മേഘയെ അവസാനം വിളിച്ചത് സുഗാന്ത് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 8 മിനിറ്റ് സംസാരിച്ചു. മേഘയുടെ ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായുള്ള സൗഹൃദം തന്നെയെന്ന് ഉറച്ച് പറയുകയാണ് മേഘയുടെ കുടുംബം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. അങ്ങേയറ്റം സാമ്പത്തികപരമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ ഈ സുഗാന്ത് സുരേഷ് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണ് എന്നാണ് കുടുംബം തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ ഈ അച്ഛൻ പറയുന്നത് വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട തിരക്കിയിലെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തിരക്കേണ്ടതില്ല, പിന്നീട് സമയമാകുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ മേഘ പറഞ്ഞിരുന്നത് അതൊക്കെ സമയമാകുമ്പോൾ സംസാരിക്കും. മാത്രമല്ല ഈ സുഗാന്തിന്റെ പിതാവിന് കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വരാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലായില്ല. സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ മേഘയുടെ സുഹൃത്തുക്കൾ ഈ സുഗാന്തിനെ ഫോണിൽ ട്രൈ ചെയ്തപ്പോഴാണ് ലഭിക്കാതെ വന്നത്. ട്രെയിനിങ് കഴിഞ്ഞത് മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഗാന്ത് കൈക്കലാക്കിയിരുന്നു. മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞത്. ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണം ഒന്നും തന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും പിതാവ് മധുസൂദനൻ പറയുന്നു. ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ തൽക്കാലം പറ്റില്ല എന്നായിരുന്നു അയാളുടെ മറുപടിയെന്നും അച്ഛൻ പറയുന്നു. പിതാവിന്റെ ചികിത്സ അടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. മേഘ നാട്ടിൽ വരുന്ന സമയത്ത് ജോലി സ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണ് വാങ്ങിച്ചു നൽകാറുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതനുസരിച്ച് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. ശമ്പളത്തിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ടായിരുന്നില്ല. സമ്പാദിക്കട്ടെ എന്ന് കരുതി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അയാൾ എന്തോ കാട്ടി അല്ലെങ്കിൽ എന്തോ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി കാണും. അതായിരിക്കും അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്നടക്കമുള്ള ആരോപണമാണ് അച്ഛൻ ഉയർത്തുന്നത്.